ബാഹുൽ രമേശ് എന്ന് പറഞ്ഞ ആൾ കഥ തിരക്കഥയൊരുക്കി ദിൽജിത്ത് അയ്യത്തൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രം ഓണം റിലീസായിട്ട് വന്ന പടമാണ് കിഷ്കിന്ത കാട്ടം. പടത്തിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ആസിഫ് അലി, കൂടെ വിജയരാഘവൻ, സപ്പോർട്ടിംഗ് ആക്ടറായിട്ട് വന്നിട്ടുള്ളത് അപർണ ബാലമുരളിയാണ്. പടത്തിനെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്. പടം നല്ല രീതിയിൽ നമ്മൾ എൻഗേജ് ചെയ്യുന്ന, ഒരുപാട് ഫീൽ ഗുഡ് എലമെൻറ്റ്സ് തരുന്ന, ഇമോഷണലി ടച്ച് ചെയ്യുന്ന, ഹാർട്ട് ടച്ചിങ് ആയിട്ട് ഒരുപാട് എലമെൻറ്റ്സ് ഈ പടത്തിനകത്ത് കുത്തി നിറച്ചു വെച്ചിട്ടുണ്ട്. വളരെ അധികം എൻഗേജ് ചെയ്യുന്ന ഒരു സംഭവം. കഥ നടക്കുന്നത് കൽപ്പാത്തിയിലുള്ള ഒരു റിസർവ് ഫോറസ്റ്റാണ്, കുരങ്ങന്മാരുടെ റിസർവ് ഫോറസ്റ്റാണ്. അവിടെ ഒരു വീടെടുത്ത് താമസിക്കുന്ന, അവിടെ ഇൻഹാബിറ്റൻ്റ് ആയിട്ടുള്ള നമ്മളുടെ വിജയരാഘവൻ, അതേപോലെ വിജയരാഘവൻ ഒരു എക്സ് മിലിറ്ററിയാണ്, അപ്പുപിള്ള എന്ന അദ്ദേഹത്തിൻ്റെ പേര്, മകനായിട്ടുള്ള ഫോറസ്റ്റിൽ വർക്ക് ചെയ്യുന്ന നമ്മളുടെ ആസിഫ് അലി കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന നമ്മളുടെ അപർണ ബാലമുരളി. ഈ ഒരു പ്ലോട്ട് വെച്ചിട്ടാണ് ഈ പടം തുടങ്ങുന്നത്. അപ്പോൾ പടത്തിനകത്ത് വെച്ചിട്ട് ഒരു ഇദ്ദേഹത്തിൻ്റെ ലൈസൻസിലുള്ള, അതായത് ഈ റിട്ടയർഡ് എക്സ് മിലിറ്ററി ആയിട്ടുള്ള നമ്മളുടെ വിജയരാഘവൻ്റെ കൈവശമുള്ള ലൈസൻസ് ഗൺ അത് മിസ്സിങ് വരികയാണ്. അതിനെ തുടർന്നുണ്ടാവുന്ന സംഭവ വികാസങ്ങൾ, അതിനകത്ത് വേറെ എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് വരുന്നു, കുറേ ഇമോഷണൽ എലമെൻറ്റ്സ് മിക്സ് ചെയ്യുന്നു വരുന്നു. ഇതിലൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ബാക്ക് സ്റ്റോറിയിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആസിഫലിയുടെ രണ്ടാം കല്യാണമാണ് നമ്മളെ അപർണ ബാലമുരളി ചെയ്യുന്ന. ആസിഫ് അലിയുടെ ഭാര്യ ഉണ്ടായിരുന്നു, ഭാര്യ ക്യാൻസർ വന്ന് മരിച്ചുപോയി. അതിനോടനുബന്ധിച്ച് തന്നെ ആസിഫ് അലിയുടെ മകൻ, ചാച്ചു എന്ന് വിളിക്കുന്ന ഒരു മകൻ, പുള്ളിക്കാരൻ ചെറിയ കുട്ടി, ഒരു 6 വയസ്സുള്ള കുട്ടി മിസ്സിങ് ആണ്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിനായിട്ട് അനുബന്ധിച്ചിട്ടാണ് ഈ പടം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഈ കുട്ടിയുടെ മിസ്സിങ്, തിരോധാനം, എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യം, അതിൻ്റെ ഇടയിൽ ഈ ഗണ്ണ് മിസ്സിങ് വന്നുകൊണ്ടുള്ള കുറേ പ്രശ്നങ്ങൾ, ഈ കാര്യങ്ങളെ നല്ല രീതിയിൽ തന്നെ മിക്സപ്പ് ചെയ്തിട്ട് പിന്നെ വേറെ പല ഇമോഷണൽ എലമെൻസും കൂടെ കുത്തി നിറച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അടിപൊളിയായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കുന്ന നല്ലൊരു തിയേറ്റർ വാച്ച് മൂവി തന്നെയാണ് കിഷ്കിന്ത കാട്ടം. പടത്തിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വിജയരാഘവൻ എന്ന ആക്ടറുടെ പെർഫോമൻസാണ്. വിജയരാഘവനെ കുറിച്ച് നമുക്ക് അറിയാം, അദ്ദേഹം പല റേഞ്ചിലുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പോലീസായിട്ടും വില്ലനായിട്ടും നെഗറ്റീവ് റോളാണെങ്കിലും ശരി, കുടുംബനാഥനാണെങ്കിലും ശരി, സപ്പോർട്ടിംഗ് ആക്ടറാണെങ്കിലും കോമഡി ആണെങ്കിലും ശരി, ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു പടം ആണ് അദ്ദേഹത്തിന് സംബന്ധിച്ചിടത്തോളം. ഒരു മികച്ച പെർഫോമൻസിന് അദ്ദേഹം ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. എക്സ് മിലിറ്ററിയാണ്. അപ്പോൾ ആ എക്സ് മിലിറ്ററി ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറേ ചിട്ടകൾ വെച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ബാധിക്കുന്ന മെമ്മറി ലോസ് എന്ന അസുഖം കാരണം അദ്ദേഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഈ പടത്തിൻ്റെ ഇതിവൃത്തം. അപ്പോൾ അത് ഈ പടത്തിനായിട്ട് എങ്ങനെ കണക്റ്റഡ് ആവും എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്ത് വെച്ച് തരാനായിട്ട് ഇതിൻ്റെ ഡയറക്ടർക്ക്, സ്ക്രിപ്റ്റ് റൈറ്റർക്ക് കഴിഞ്ഞു നിൽക്കണം എന്നുള്ളത് അത്യന്തം പ്രശംസനീയമാണ്. പിന്നെ എപ്പോഴും ഒരു സസ്പീഷൻ മൂഡ്, ഒരു സസ്പെൻസ് മൂഡ് ഈ പടത്തിനകത്ത് നിലനിർത്താനായിട്ട് ഇതിന് ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല മേക്കിംഗ് ആണ്. പല സീനുകളും നമുക്ക് വീണ്ടും നമുക്ക് ഇങ്ങനെ ഇതിനായിട്ട് എങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ചെടുക്കാൻ വേണ്ടി തോന്നും. അത്രക്കും നമ്മളെ മനസ്സിലാക്കി തരുന്ന രീതിയിൽ ഇതിനെ എടുത്തു വെക്കാനായിട്ട് മേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പ്ലസ് എടുത്തു പറഞ്ഞേ പറ്റൂ, ഇതിനകത്തുള്ള മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് അത്രക്കും ഈ പടത്തിനെ മൂഡ് നിയന്ത്രിക്കുന്ന രീതിയിൽ, നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് BGM കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല സിനിമാറ്റോഗ്രാഫി, എല്ലാ കാര്യങ്ങളും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ബാഹുൽ രമേശ് തന്നെയാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെമ്മറി എന്ന സംഭവം അതിനെ എത്രമാത്രം നമ്മളെ എഫക്റ്റ് ചെയ്യും, നമ്മളെ ഡേ ടു ഡേ ലൈഫിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ, അൽഷിമേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് സംഭവിക്കും നമുക്ക് ഫ്യൂച്ചറിൽ എന്നുള്ള കാര്യം, എങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും, ഈ മറവി എന്നുള്ള സംഭവം നമുക്ക് ഫ്യൂച്ചറിൽ സംഭവിക്കേണ്ടതാണ്. വയസ്സായി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മറന്നു പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അത് ലൈഫിന് എത്രമാത്രം അഫക്റ്റഡ് ആവും, എനിക്ക് മെമ്മറി ലോസ് ഉണ്ട് എന്നുള്ള സംഭവം അയാൾ എത്രമാത്രം അംഗീകരിക്കും, അതിന് ട്രീറ്റ്മെൻറ്റിന് വിധേയനാവാൻ അയാൾ തയ്യാറാകുമോ, ഈ കാര്യങ്ങളൊക്കെ എത്രമാത്രം ആ ഫാമിലിയിൽ ഉണ്ടാക്കുന്ന ഇഷ്യൂസ്, ഫാമിലിയിലെ ബോണ്ടിങ്ങിന് ഉണ്ടാകുന്ന ഇഷ്യൂസ്, ബോണ്ടിങ് കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക, എന്നാലും ഈ ഇത്തരം മെമ്മറി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് എന്താ പറയുക, അവരുടെ ആ ഇഷ്ടത്തിനും സ്നേഹത്തിനും ഇമോഷണൽ എലമെൻസിനും ആ കണക്ടിവിറ്റിക്കും ഒന്നും ഒരു പ്രോബ്ലം, ഒരു കോട്ടം വരുത്തുന്നില്ല. കൂടുതൽ ഡീപ്പായിട്ട് അവർ സ്നേഹിക്കുന്നുള്ളൂ എന്നുള്ളത് കാണിക്കുന്ന രീതിയിൽ, കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്റ്റ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് കാണിക്കുന്ന രീതിയിൽ നല്ല ഒരു മെസ്സേജ് തരുന്ന രീതിയിലാണ് ഈ പടം കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഇതിൽ ക്ലൈമാക്സിലൊക്കെ വിജയരാഘവൻ്റെ ഒരു 30 സെക്കൻഡിൻ്റെ ഡയലോഗ് ഡെലിവറി വിത്ത് പെർഫോമൻസ് ഉണ്ട്. നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും. അത്രക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് എടുത്തു വെച്ചിട്ടുള്ളത്. നമുക്കിങ്ങനെ നമ്മളൊക്കെ എത്രയോ
എന്താ പറയുക ആഗ്രഹിച്ചിരുന്ന അത്രക്കും ഇഷ്ടം തോന്നുന്ന ഒരു ആസിഫ് അലിനെ, അതേപോലെ അപർണ ബാലമുരളിയെ, എല്ലാത്തിനും ഉപരി വിജയരാഘവൻ എന്ന പെർഫോമറെ നമുക്ക് ഈ പടത്തിനകത്ത് കാണാൻ പറ്റി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഒരു പോസിറ്റീവായിട്ട് തോന്നിയത്. 126 മിനിറ്റ് മാത്രമേ പടമുള്ളൂ. ഒട്ടും വലിച്ചു നീട്ടലില്ല, ഒട്ടും ലാഗില്ല. പടത്തിൻ്റെ ക്ലൈമാക്സ് സീനാണെങ്കിലും ശരി, ടൈലൻ്റ് ആണെങ്കിലും ശരി, നല്ല രീതിയിൽ തന്നെ എടുത്തു വെക്കും ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ഫീൽ ഗുഡ് മൂവി എന്നുള്ള രീതിയിൽ, ഇമോഷണലി കണക്റ്റ് ആവുന്ന രീതിയിൽ, ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള എലമെൻറ്റ്സ് നമുക്ക് നല്ലോണം കിട്ടുന്ന രീതിയിൽ തന്നെ ഈ പടം കണ്ട് ആസ്വദിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോരാം. ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. ഇത് തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുന്നതുകൊണ്ട് ഒരു നഷ്ടവുമില്ല. നമുക്കൊരു പ്രത്യേക ഒരു ഫീല് കിട്ടും ഈ പടം കണ്ടു കഴിഞ്ഞാൽ. ഒരു പോസിറ്റിവിറ്റിയും ഒരു സന്തോഷവും ഒരു ഫാമിലി എന്നൊരു ഫീലിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു 9 ഔട്ട് ഓഫ് 10 തന്നെ സ്കോർ കൊടുക്കുക ഈ പടത്തിന്. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവി തന്നെയാണ് കിഷ്കിന്ധാ കാണ്ഡം.